ഹായ്, ഞാൻ പഠിച്ചേ ഫുട്ബോൾ കളി പഠിച്ചേ. ഹായ്, ഞാൻ ഫുട്ബോൾ കളി പഠിച്ചേ. ഗോൾ ഗോൾ ഗോൾ. ചേട്ടാ, ഒരു പയ്യനെ കണ്ടോ? ഒരു കുരുത്തം കെട്ട പയ്യനെ. ഞാൻ കാണിച്ചു തരാമടാ കുരുത്തം കെട്ടോമാരെ. ഗോളായി, പെനാൽറ്റി ഗോളായി. ഗോളായി, പെനാൽറ്റി ഗോളായി. അയ്യോ ചേട്ടാ, കല്ലെറിഞ്ഞത് ഞങ്ങളല്ല, ദാ ആ കുരുത്തം കെട്ടവനാ. അയ്യോ, തള്ളയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. ഇവിടെ നിന്നാ പ്രശ്നമാ, നമുക്ക് വലിയ. വല്യമ്മ എന്നോട് ക്ഷമിക്കണം. അവൻ നീ എങ്ങനെ ഇവിടെ എത്തി? സെൽഫ് ഗോൾ. ഇത് വലിയ കഷ്ടം തന്നെ അച്ഛ. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് പോലും എന്നെ കളിക്കാൻ വിടാതെ. എന്റെ വിഷമം ഈ ജന്മം തീരൂല. എടാ, മുതിർന്നു കഴിയുമ്പോ വിഷമം തോന്നാതിരിക്കാനാ ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ പറയുന്നത്. അല്ലെങ്കിലും പഠിക്കുക എന്നത് ഒരു വിഷമമാണോടാ? എന്റെ വിഷമം ഇങ്ങനെ ഒരു അച്ഛനുണ്ടായി പോയതില്ല. മോനെ ടിൻഡുക്കുട്ട, അച്ഛൻ ഒരു 2 വരി ചൊല്ലാം. മോൻ അതിന്റെ അർത്ഥം പറയണം. വിളി കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പുലിവാലും കൊണ്ടുള്ള വരവാണെന്ന്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള വല്ലതുമാണെങ്കിൽ ചൊല്ലിയാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം വേസ്റ്റ് ആകരുത്. നൃപനായി രാമൻ 2ആയി ചമഞ്ഞുകൊണ്ട്. അർത്ഥം പറയൂ. അച്ഛാ, ഒന്നുകൂടി ചൊല്ലൂ. നൃപനായി രാമൻ 2ആയി ചമഞ്ഞുകൊണ്ട്. ആവശ്യമില്ലാത്തൊരു നൃ. അച്ഛാ, ആ നൃ ഒഴിവാൽ തന്നാൽ അർത്ഥം ഞാൻ പറയാം. അതെങ്ങനെ ശരിയാവും? അതേ ശരിയാവൂ. ശരി, നൃ ഒഴിവാക്കിയിരിക്കുന്നു. അർത്ഥം പറയൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇതാ അർത്ഥം കേട്ടോളൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇവൻ ഈ ജന്മം ശരിയാവൂന്ന് തോന്നുന്നില്ല ദൈവമേ. അച്ഛാ, ഞാനിന്ന് 2 ഈച്ചയെ കൊന്നു. ഒരാണും ഒരു പെണ്ണും. അതെങ്ങനെ? ഈച്ച ആണാണോ പെണ്ണാണോ എന്ന് നിനക്കെങ്ങനെ അറിയാം? അടുക്കളയിൽ നിന്ന് കൊന്നത് പെണ്ണ്. ശരി, അടുക്കളയിൽ പെണ്ണുങ്ങളാണല്ലോ ഉണ്ടാവാറ്. അല്ല, ഒരു സംശയം. ഇനി നീ അമ്മയെ തന്നെയാണോടാ തട്ടിയത്? ഒന്ന് പോ അച്ഛാ. ഇത്രയും തണ്ടും തടിയുള്ള അച്ഛന് കഴിയാത്തതാണോ എനിക്ക് കഴിയുന്നത്? നീ കാര്യം പറ. പെണ്ണീച്ചയെ അടുക്കളയിൽ നിന്ന്, ആണീച്ചയെ എവിടെന്നാ കൊന്നത്? വേലക്കാരിയുടെ മുറിന്ന്. അച്ഛൻ എന്താ ഒരു ഞെട്ടൽ? ഞെട്ടിയോ? ഞാനോ? ചുമ്മാ ഓരോ കള്ളവും പറഞ്ഞിരിക്കാതെ പഠിക്കാൻ നോക്കടാ. എന്താ അച്ഛനും മോനും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണോ പഠിക്കുന്നത്? ഇവനാള് തീരെ ശരിയില്ല. നാവെടുത്ത കള്ളമേ പറയൂ. എടാ, നിന്റെ പ്രായത്തിൽ ഞാനൊന്നും കള്ളം പറഞ്ഞിരുന്നില്ല, അറിയാമോ? പിന്നെ ഏത് പ്രായത്തിലാ പറഞ്ഞു തുടങ്ങിയത്? എടാ, നീ ആ വേലായുധന്റെ മകന്റെ വയറ്റ് തരിച്ചോ? അയാള് പരാതി പറഞ്ഞല്ലോ. എടാ, എന്തിനാടാ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്? ആ നശിച്ചവൻ കാരണം പൊറുതി ഇല്ലല്ലോ ദൈവമേ. സത്യമായിട്ട് ഞാൻ പുറത്തടിക്കാനാ നോക്കിയത്. അവൻ തിരിഞ്ഞു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ചീത്തപ്പേര് എനിക്കും. എടാ, നീ പഠിച്ചു വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കേണ്ട ആളല്ലേ? എടാ, നീ എന്നെ കണ്ട് പഠിക്ക്. എന്താടാ ഇരിക്കുന്നത്? തമാശ കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം. അടുത്ത ആഴ്ച മുതല് നിന്നെ ട്യൂഷന് ചേർക്കാൻ പോവുക. ഓ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അമ്മേ, അച്ഛൻ പണ്ട് ട്യൂഷന് പോയിരുന്നോ? പിന്നില്ലാതെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രയോജനമില്ല. ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഒന്ന് പോയി നോക്കിട്ട് വാടാ. ആരാടാ? എന്താ കാര്യം? പുറത്തൊരു തടിയൻ വന്ന് നിൽക്കുന്നു. അയാളോട് വാങ്ങിയ കാശ് ഇപ്പം തന്നെ കൊടുക്കാൻ. പേര് പറഞ്ഞോ? ഇല്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാശ് കൊടുക്കുന്നതാ നല്ലത്. അയ്യോ, ആ പൊങ്ങച്ചക്കാരൻ ദീപു അല്ലേ നിൽക്കുന്നത്? ഇന്ന് പെട്ടത് തന്നെ. എടാ ടിൻറ്റു, നിന്റെ തലക്കിതെന്ത് പറ്റി?
ഒരു ചുറ്റിക വീണതാടാ ദീപു. ആരുടേന്നും കയ്യിന്ന് തെറിച്ചു വീണതായിരിക്കും അല്ലേ? മറ്റാരുടെയും കയ്യിന്നല്ല, എന്റെ കയ്യിൽ തന്നെ തലയിൽ ചുറ്റിക വീണത്. അതെങ്ങനെയാണടാ ടിൻഡു? നീ ചുറ്റിക മുകളിലോട്ട് എറിഞ്ഞു കളിച്ചോ? ഏയ്, ഞാനൊരു ആണി അടിച്ചപ്പോ എന്റെ തലയിൽ ചുറ്റിക വീണു. അയ്യോ അയ്യോ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല ടിൻഡു. തൽക്കാലം നീ അത്രയും മനസ്സിലാക്കിയാ മതി. ഞാൻ പോട്ടെ, എനിക്കല്പം തിരക്കുണ്ട് ദീപു. ഛേ, അവിടെ നിൽക്ക് ടിൻഡു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈശ്വരാ, കുഴഞ്ഞു, എന്നെ വധിച്ചത് തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ തലയും ഇതുപോലൊന്നും മുറിഞ്ഞടാ. കട്ടിലിൽ ഇടിച്ചതായിരിക്കും. ഛേ, കട്ടിലിലോ? അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിനടിയിൽ വീണു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ, തല സീറ്റിലിടിച്ചു. എന്നിട്ട് സീറ്റിനൊന്നും പറ്റിയില്ലേ? അല്ല, നിന്റെ തലയില് ധാരാളം ബുദ്ധിയുള്ളത് കൊണ്ട് ഇടിക്ക് നല്ല വെയിറ്റ് കാണൂല എന്നോർത്ത് ചോദിച്ചതാ. അല്ല, എന്നിട്ട് തലയിൽ മുറിവ് കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്നല്ലേ പറഞ്ഞത്? അത് അച്ഛന്റെ ബാഗിൽ 10,000 രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു. അത് പുരട്ടിയപ്പോ ഉണങ്ങിപ്പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എങ്കിൽ ഞാൻ പോട്ടെ. എടാ, മറ്റൊരു കാര്യം പറയാനുണ്ട്. ദുബായ് കണ്ടുപിടിച്ചത് നിന്റെ അച്ഛനാണെന്നല്ലേ? അത് നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. അതല്ല ടിൻഡു. ഓ, നിന്റെ അച്ഛന് 13 കപ്പലുണ്ടെന്ന കാര്യം അതും പറഞ്ഞതാ. അതൊന്നും അല്ല, ഇതൊരു സഹായത്തിനാ. അതെ, എന്റെ പേഴ്സിൽ ഒരു 4,000 രൂപ കാണും, പക്ഷെ എടുക്കാൻ മറന്നു. നീ ഒരു 10 രൂപ കടം തരണം. രഹസ്യമായിരിക്കണം, ആരോടും പറയരുത്. പേടിക്കണ്ട, ഞാനിത് കേട്ടിട്ടേ ഇല്ലെന്ന് കരുതിക്കോളാം. അതെ, എനിക്ക് തലവേദനിക്കുന്നു, പോട്ടെ. എന്നിട്ട് തല മുറിഞ്ഞതെങ്ങനെ നീ പറഞ്ഞില്ലല്ലോ? വല്ല സൈക്കിൾ പിടിച്ചതാവും, അല്ലെങ്കിൽ റോഡിൽ വീണ് കാണും. അമ്പടാ, എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ. അതെ, എന്റെ വീടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് ഞാനൊരു ആണി അടിച്ചതാടാ. പക്ഷെ ചുറ്റിക്ക് താഴേക്ക് വീണു പോയി. ഒരുപാട് നിലയുള്ള വീടാണേ. വൈകിട്ട് കടയിൽ പോവാൻ പുറത്തിറങ്ങിയപ്പോ കൃത്യം എന്റെ തലയിൽ തന്നെ വീണു. ഇത്രയും വലിയ വീടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നം നോക്കണേ. എന്താ മോനെ കരയുന്നത്? എന്നെ ടീച്ചർ തല്ലി. ഓ, ഇങ്ങനെ കരയുന്നത് കണ്ടാ തോന്നും നിനക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ല ആദ്യമായിട്ടാ കിട്ടുന്നതെന്ന്. ഇന്ന് ടീച്ചർ എന്നെ കൊറേ തല്ലി. ഓ, നിന്റെ ഒടുക്കത്തെ കുരുത്തക്കേടല്ലേ? അപ്പൊ തല്ലു കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഷോ, നീ അവനെ വെറുതെ വഴക്ക് പറയാതെ. അവൻ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ല, അവൻ കൊച്ചുകുട്ടിയല്ലേ. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, എന്നിട്ടും ആ ബിന്ദു ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ജന്തു. എത്ര തല്ല് കിട്ടി? അത് കൃത്യമായി അറിയില്ല. അറിയില്ലെന്നോ? അതെന്താടാ, നിനക്ക് എണ്ണാൻ അറിയില്ലേ? എണ്ണ അറിയാത്തോണ്ടാ എനിക്ക് തല്ല് കിട്ടിയത്. അത് കഴിഞ്ഞ് ഉഷ ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല അച്ഛാ, എന്നിട്ടും ആ ഉഷ ടീച്ചർ എന്നെ തല്ലി. ഒന്നും മിണ്ടാതിരുന്നിട്ടും തല്ലുകയോ? എന്നാൽ അതൊന്നും ചോദിക്കണമല്ലോ. അച്ഛൻ ചോദിക്കാനൊന്നും പോണ്ട. ടീച്ചർ ഇതുപോലെ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാ എനിക്ക് തല്ല് കിട്ടിയത്. ആ, ശരി ശരി, ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങളാണ് ഇവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അതൊന്നുമില്ല, അവൻ നല്ല കുട്ടിയാ, അല്ലേടാ കുട്ടാ? ചേട്ടാ, ആകെ പ്രശ്നമായി. എന്താ എന്താ ബാബു കാര്യം? അയ്യോ ചേട്ടാ, നമ്മുടെ ടിൻഡുമോനില്ലേ, അവൻ എറിഞ്ഞൊരു കല്ല് അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചുവിന്റെ തലയ്ക്ക് കൊണ്ടു. ചിഞ്ചുവിനെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് വരുന്ന വഴിയാ. കേട്ടില്ലേ നിങ്ങളുടെ പുന്നാരമോന്റെ സൽപ്രവൃത്തി? അതവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ടിൻഡോ, ഒന്നിങ്ങ് വന്നേ. നീ ആ ചിഞ്ചുവിന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞോ? ഇല്ല അച്ഛാ, ഞാൻ സത്യമായിട്ടും എറിഞ്ഞില്ല. പിന്നെ ബാബുവേട്ടൻ പറഞ്ഞല്ലോ നീ ചിഞ്ചുവിനെ കല്ലെറിയുന്നത് കണ്ടെന്ന്. അയ്യോ അച്ഛാ, ഞാൻ സത്യമായിട്ടും ചിഞ്ചുവിനെ എറിഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ വല്ല മാങ്ങയ്ക്ക് മുറിഞ്ഞതായിരിക്കും. ഹേയ്, മാങ്ങയ്ക്കൊന്നുമല്ല, ഞാൻ എന്റെ ക്ലാസ് ടീച്ചറിന്റെ തലയ്ക്ക് ഉന്നം വെച്ച് എറിഞ്ഞതാ. അത് മാറിക്കൊണ്ടതാ. മോനെ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? എന്തു കാര്യമാ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഏതാ? പ്രസിഡന്റിന്റെ വീട് എനിക്കറിയാം, പക്ഷെ എന്റെ 2 കൈയിലും സഞ്ചിയാണല്ലോ.
അത് കുഴപ്പമില്ല. വീട് എവിടെയാണെന്ന് പറഞ്ഞാ മതി. പക്ഷേ ഈ സഞ്ചി ഞാൻ എന്തു ചെയ്യും? കണ്ടില്ലേ, രണ്ടു കൈയിലും സഞ്ചിയാ. പ്രസിഡന്റിന്റെ വീട് ഈ സഞ്ചിക്കകത്താണോടാ? ചെക്ക, നീ എന്താ മനുഷ്യനെ കളിയാക്കുക? അയ്യോ, കളിയാക്കിയതല്ല അമ്മാവാ. കയ്യിൽ സഞ്ചി ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് വിശദമായി പറയാൻ വയ്യാത്തത്. ഒന്ന് പറയടാ മോനെ, എവിടെയാ പ്രസിഡന്റിന്റെ വീട്? അമ്മാവന് ഈ സഞ്ചിയും ഒന്ന് പിടിച്ചേ. ദാ സഞ്ചിയും പിടിച്ചു. ഇനി കേട്ടോളൂ, പ്രസിഡന്റിന്റെ വീട് ദാ ആ കാണുന്നതാ. ഹോ, ഒരു കൈ ചൂണ്ടുന്നതിനാണോ ഇത്രയും പെടാപ്പാട്? 1 കിലോ ആപ്പിളിന് എന്താ വില? 100 രൂപ. 100 രൂപയോ? 1 കിലോ ആപ്പിളിനോ? കഴിഞ്ഞ ആഴ്ച 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോയ്ക്കോ? അല്ല, 1/2 കിലോക്ക്. അരയായാലും കിലോ തന്നെ അല്ലേ? വേണമെങ്കിൽ വാങ്ങിട്ട് പോ. പിന്നെ തന്റെ അടുത്തുനിന്ന് എന്റെ പട്ടി വാങ്ങും. മുടിഞ്ഞ വിലയാ തന്റെ ആപ്പിളിന്. ദേ, രാവിലെ തന്നെ കടയുടെ മുമ്പിൽ വന്ന് അനാവശ്യം പറയരുത്. അപ്പൊ വൈകിട്ട് വന്ന് അനാവശ്യം പറഞ്ഞാ പ്രശ്നമില്ലല്ലോ. ഒന്ന് പോടാ ചെക്ക. കുറച്ച് ആപ്പിള് കൊണ്ടുവന്ന് നാട്ടിലില്ലാത്ത വിലക്ക് വിൽക്കാനിരിക്കുന്നു. നാണമില്ലാത്തവൻ. എന്തു പറഞ്ഞടാ? നാട്ടിലില്ലാത്ത വിലയോ? എല്ലായിടത്തും ആപ്പിളിന് 100 രൂപ തന്നെയാ വില. കാശ്മീരിലും 100 രൂപയാ. പോയേ ഒന്ന് പോയേ. ഇതെന്തൊരു തട്ടിപ്പുകാരനാ എന്റെ ദൈവമേ. അപ്പുറത്തെ കടയിൽ കിലോക്ക് 20 രൂപയേ ഉള്ളൂ. ഇവിടെ ആപ്പിളിന് കിലോക്ക് 100 രൂപ. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊന്നാലും ഞാൻ തന്റെ കയ്യിൽ നിന്ന് ആപ്പിള് മേടിക്കില്ല. എന്താ ഇവിടെ ഒരു പ്രശ്നം? സാറേ, ഇവിടെ ആപ്പിളിന് ഭയങ്കര വില കൂടുതല്. അപ്പുറത്ത് 20 രൂപയേ ഉള്ളൂ. എടാ തട്ടിപ്പുകാരാ, നീ എന്നെയും പറ്റിച്ചല്ലേ? എടുക്കടാ ബാക്കി 80 രൂപ. ഇന്ന് കാലത്ത് തന്ന 100 രൂപയെന്ന് ബാക്കി 80 തരാൻ. അത് പിന്നെ ചേട്ടാ, ഇവൻ കള്ളം പറയാ. അല്ല ചേട്ടാ, സത്യമാ. അവിടെ 20 രൂപയേ ഉള്ളൂ. മോനെ, ഏത് കടയിലാ 20 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ കിട്ടുന്നത്? അയ്യോ, അവിടെ കിലോക്ക് 20 എന്ന് പറഞ്ഞത് ആപ്പിളിനല്ല, തക്കാളിക്കാ. പുതിയ പട്ടിയെ വാങ്ങിയിട്ട് ഗമ പറയാൻ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എങ്ങോട്ടാ ഒരു കഴുതയുമായി പോകുന്നത്? കഴുതയോ? ഇത് പഗ്ഗാ, പഗ്. ഛേ, ഞാൻ പട്ടിയോടാ ചോദിച്ചേ. രാവിലെ തന്നെ കിട്ടി, വേണ്ടായിരുന്നു. ഹലോ, പെട്ടെന്ന് വാ, പഗ്ഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജഗ്ഗല്ലടാ, പഗ് പഗ്. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഒരു ജാട. കയ്യിലൊരു മൊബൈൽ, ബർമൂഡ, ഇപ്പൊ ഒരു പട്ടി. പട്ടിയും മൊബൈലും പിന്നെ ഞാനും അല്ലടാ. ചുറ്റും അസൂയക്കാരാ. ഒരു സ്റ്റൈലൻ പട്ടിയെ കിട്ടിയിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഇവൻ കൊള്ളാലോ. എപ്പ വാങ്ങി? വാങ്ങിയതല്ല, ഗിഫ്റ്റ് കിട്ടിയതാ. കൊയിലങ്കിളിലെ ആന്റി തന്നതാ. ചേ, കൊയിലാണ്ടിയിലെ അങ്കിൾ തന്നതാ. കൊള്ളാം, സ്റ്റൈലൻ. കണ്ടാ കുളിക്കണം. അല്ല, എന്താ ഇവന്റെ പേര്? ക്ലിച്ചോ. ആര് കുളിച്ചോന്ന്? കുളിച്ചോന്നല്ല, ക്ലിച്ചോ. ക്ലിച്ചോന്നാ പട്ടിയുടെ പേര്. ക്ലിച്ചോ. ചൊക്ലിയായിരുന്നു ഇതിലും നല്ലത്. എന്താ ഇതിന്റെ ഭക്ഷണം? രാവിലെ ബൂസ്റ്റും ചിക്കൻ നൂഡിൽസ്, ഉച്ചയ്ക്ക് കബാബ് തന്തൂരി, രാത്രി ആട്ടിൻ കരൾ പൊരിച്ചത്. ബൂസ്റ്റും ആട്ടിന്റെ കരളും 2 ദിവസമായി മീനിന്റെ മുള്ള ആഹാരം. ഇവനാരാ മോനെന്നറിയാമോ? കൊച്ചിയിൽ വച്ച് നടന്ന പട്ടികുസ്തി മത്സരത്തിൽ ചാമ്പ്യനല്ല ഇവൻ. നീ തെളിച്ചു പറ. ആദ്യം മറ്റേ പട്ടി മുകളിൽ, നമ്മുടെ ക്ലിച്ചോ താഴെയും. അവരുടെ പട്ടി ജയിക്കാൻ പോകുന്ന സമയത്തിൽ നമ്മുടെ ക്ലിച്ചോ ഒരു മറച്ചിൽ. മറ്റവൻ വെറുതെ നിന്നില്ല, ഒരു ഇടി. നമ്മുടെ പട്ടി ഒരു കടി. അവസാനം കഴിഞ്ഞു. അവസാനം ആരായിരുന്നു മുകളിൽ? ക്ലിച്ചോ, അപ്പുറത്തെ മതിലിന്റെ മുകളിൽ. ശക്തിയിൽ കാര്യമൊന്നുമില്ല, പട്ടികൾക്ക് ബുദ്ധിയാണ് ആവശ്യം. ശരിയാ, കഷ്ടം. ഇവനതുമില്ലല്ലോ നിന്നെ പോലെ. നിനക്കറിയില്ല ഇവന്റെ ബുദ്ധി. ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായി അവൻ ഉത്തരം പറയും. ദൈവമേ, ഇത്രയും വലിയ പുളു ഞാൻ ആദ്യമായി കേൾക്കുകയാ. ക്ലിച്ചോ സാധാരണ പട്ടിയല്ല, സ്പെഷ്യൽ പട്ടിയാ. കാണണോ? എന്നാൽ ആദ്യത്തെ ചോദ്യം, സാധാരണ പട്ടികൾ എങ്ങനെയാണ് കുരയ്ക്കുന്നത്? കറക്റ്റ്, ശരി ഉത്തരം. സബാഷ്. എടാ ടിൻഡു, ആളെ പറ്റിക്കാതെ. ഇതിനൊരു കഴിവുമില്ല.
എന്നാൽ അടുത്ത ചോദ്യം കണക്കിൽ നിന്നാണ്. ഓ എന്നാ കണക്കായിരിക്കും. ക്ലിച്ചോ, 8-ൽ നിന്ന് 8 പോയാൽ എത്രയാ? എന്തു പറ്റി? നിന്റെ പട്ടി മിണ്ടുന്നില്ലല്ലോ. എടാ മണ്ട, 8-ൽ നിന്ന് 8 പോയാൽ ഒന്നുമില്ലെന്ന് അവൻ അറിയാം. അതാ മിണ്ടാത്തത്. ഓ, ഏത് നേരവും ടിവിയുടെ മുന്നിലാ. പോയിരുന്ന് പഠിക്കാൻ നോക്കടാ. ശോ, ഏത് നേരം പഠിക്ക്. ഇത് തന്നെ പറയാനുള്ളൂ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ്. അവൻ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നീ നിന്റെ ഹോംവർക്ക് എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഒരു സിനിമയ്ക്ക് പോയിക്കോ. ദാ 100 രൂപയുണ്ട്. പോയി നല്ലൊരു സിനിമ കണ്ടിട്ട് സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം കേട്ടോ. ഓഹോ, ശരി അച്ഛാ. പിന്നെ ഒറ്റയ്ക്ക് പോകണ്ടാട്ടോ, ആ ചിഞ്ചുവിനെ കൂടെ കൂട്ടിക്കോ. ശരി അച്ഛാ. എടാ ചിഞ്ചു, അടുത്ത ഷോ 3:30. ഇനി 1 മണിക്കൂറുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ നമുക്കൊരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചിട്ട് വരാം. ഓക്കേ. സാർ, എന്താ കഴിക്കാൻ വേണ്ടത്? എടാ ടിൻഡു, നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് പറ. നടത്തി തന്നാ രക്ഷപ്പെട്ടില്ലേ? മണ്ടത്തരം പറയാതെ. എനിക്ക് നല്ല തൊണ്ടവേദന. എടോ, ഇവിടെ ചൂടുള്ള എന്താ ഉള്ളത്? ഇവിടെ ഏറ്റവും ചൂടുള്ളത് അടുപ്പാ. എന്താ 2 പ്ലേറ്റ് എടുക്കട്ടെ? എന്താ തമാശക്കാ? എന്നാ വേണ്ടാട്ടോ. തമാശ പറയാനേ ഇവിടെ ടിൻഡു ഉണ്ട്. എനിക്കൊരു കോഫി എടുത്തോ. നിനക്കെന്താ വേണ്ടത്? എനിക്കും കോഫി മതി. എന്നാ 2 കോഫി. സാർ, ബ്ലാക്ക് കോഫി ആണോ അതോ? ഓഹോ, ഇപ്പൊ അങ്ങനെയുണ്ടോ? കാലത്തിന്റെ ഒരു പുരോഗതിയെ. എനിക്ക് ബ്ലാക്ക് കോഫി മതി. നിനക്കോ? എനിക്ക് ഗ്രീൻ. അല്ല റെഡ് കോഫി. അപ്പോ എനിക്കൊരു ബ്ലാക്ക് കോഫിയും ഇവനൊരു റെഡ് കോഫിയും. വേഗം വേണം. സാർ, ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞാ പാലൊഴിക്കാത്ത കോഫി എന്നാണ്. എടോ, താനെന്താ ആളെ കളിയാക്കാ? പോയി 2 പാലൊഴിച്ച കാപ്പി എടുത്തോണ്ട് വാടോ. അല്ല പിന്നെ വേണ്ടാന്ന് വെക്കുമ്പോ ടിൻഡുവിനോടാ കളി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ കയറിയാ മതിന്ന്. ഇനിയിപ്പൊ അവൻ എന്ത് പണ്ടാരാണാവോ കൊണ്ടുവരിക. ഇതാ കോഫി. ഓ, ഇത് കോഫിയാണെന്ന് എനിക്കും അറിയാം. പോയേ. ഇതെന്താ ഡയറിയോ? സാർ, ഇത് ബില്ലാണ്. ടിൻഡു, എന്നാ നമുക്ക് പോവാം. സിനിമ തുടങ്ങാൻ സമയായി. ഓ, എന്നാ വലിയ ക്യൂ ആളിയാ. ചേട്ടാ, 2 ടിക്കറ്റ്. ആ 3ാമത്തെ റോയിൽ 2ാമത്തെ സീറ്റ്. ആവന ടിക്കറ്റ്. ഡാ, എന്നോടെ കളി അത്രക്കായോ നീ? ആഹാ. എന്താ മോനെ പ്രശ്നം? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ടിക്കറ്റേ ഞാൻ കേറാൻ നേരം ഇയാൾ കീറി. ടിൻഡുവിനോട് കളിക്കല്ലേ. ആരാടാത്? മിണ്ടിപ്പോരുത്, ഞാനാണ് ഇടിവെട്ട് പരമു. ഏതവനായാലും വേണ്ടില്ല, ലേറ്റ് ഓഫ് ചെയ്യ്. മനുഷ്യന് കിടന്നുറങ്ങണം. ഇവനാള് കൊള്ളാലോ. ഒരു കള്ളനെ കിടപ്പുമുറിയിൽ നേരിട്ട് കണ്ടിട്ടും ഒരു കൂസലുമില്ലല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല. ഏയ്, ഹലോ, എഴുന്നേൽക്കടാ ചക്ക. ഛേ, ഇത് വലിയ ശല്യമായല്ലോ. എന്താടോ തനിക്ക് വേണ്ടത്? ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതാണ്. എന്നെയാണോ ഇയാള് മോഷ്ടിക്കാൻ വന്നത്? നിന്നെയല്ല, പണമാണ് എനിക്ക് വേണ്ടത്. വേഗം പറഞ്ഞോ, എവിടെയാ പണം വെച്ചിരിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ഇത് തന്നെ ഒരാഴ്ചയായിട്ട് ഞാനും അന്വേഷിക്കുന്നത്. കിട്ടിയിരുന്നെങ്കിൽ വയറ് നിറയെ ഐസ്ക്രീം കഴിക്കായിരുന്നു. ഏതായാലും ഉറക്കം പോയി. കള്ളനിരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല, എനിക്ക് എന്റെ ജോലി നോക്കണം. പിന്നെ വലിയ കളക്ടറല്ലേ കളക്ടർ. ഈരി ചേട്ടാ, അതെ, ആദ്യമായിട്ട് ഒരു കള്ളനെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പ പിന്നെ പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇരിക്കൂ. ഇരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒച്ച വെച്ച ആളെ കൂട്ടും. എന്റെ അച്ഛൻ പോലീസിലാ, അറിയാവോ? അയ്യേ, പോലീസുകാരെ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ചേട്ടാ ഈ പണിക്ക് ഇറങ്ങിയത്? പേടി കൊണ്ടല്ലടാ, പോലീസ് എന്ന് കേട്ടാ അപ്പോ ഇരുന്ന് കളയണം, എങ്കിലേ രക്ഷപ്പെടൂ. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം.
അന്ധവിശ്വാസം അല്ലാതെന്ത്. ചേട്ടൻ ജനിച്ചപ്പോഴേ കള്ളനായിരുന്നു. എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്? താൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാണോ? അയ്യോടാ, ഇന്റർവ്യൂ ചെയ്യാ ഇയാളാരാ? സിനിമാ നടനോ? മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. എടാ, 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ശരി, ഞാൻ പോട്ടെ. എവിടെ പോവാൻ? അവിടെ ഇരിക്കേ. 20 വർഷം കൊണ്ട് കൊറേ സമ്പാദിച്ചു കാണുമല്ലോ അല്ലേ? ആ, ഒരു സമ്പാദ്യം ഇല്ല, അങ്ങനെ ജീവിച്ചു പോന്നു മാത്രം. ഇതിലും നല്ലത് തനിക്ക് പോലീസിൽ ചേരുന്നതായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് പേടിയില്ലാതെ കാശുണ്ടാക്കി കൂടായിരുന്നോ എന്റെ അച്ഛനെ പോലെ? ആട്ടെ, എന്തൊക്കെയാ നിങ്ങളുടെ രീതികൾ? നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങൾ വേറെയുമുണ്ടോ? ഭഗവാനെ, ഇതിലും ഭേദം എന്നെ പോലീസ് പിടിക്കുന്നതായിരുന്നു. എടാ മോനെ, എന്നെ ഒന്ന് ഒഴിവാക്കടാ. ചേട്ടൻ കൊഞ്ചാതെ കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. കൂടുതൽ വിശ്വാസമൊന്നുമില്ല. 13-ാം തീയതി ഞാൻ കക്കാൻ പോവില്ല, അത്ര തന്നെ. അതെന്താ? 13 നിർഭാഗ്യമാ. 13-ാം തീയതി, 13-ാം നമ്പർ വീട്, 13-ാം നമ്പർ മുറി, ഇതൊക്കെ എനിക്ക് പ്രശ്നമാണ്. ഓരോ അന്ധവിശ്വാസങ്ങൾ. എങ്ങനെയാ ചേട്ടൻ ഇതിൽ എത്തിപ്പെട്ടത്? എന്റെ കാമുകി കാരണം. അവൾക്ക് എന്നും ഓരോ ആവശ്യങ്ങളാ. എനിക്കാണെങ്കിൽ ജോലിയുമില്ല. അങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങി. അത് ശരി, ചേട്ടൻ അവളെ തന്നെ കല്യാണം കഴിച്ചല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോഴും ഈ പണി ചെയ്യുന്നത്? അല്ല, ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചേട്ടൻ എങ്ങനെ എത്തി? മോനെ, വർഷം 20 കഴിഞ്ഞു ഈ പണി തുടങ്ങിയിട്ട്. ഇതിലും വലിയ ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുമുണ്ട്. ചേട്ടനെ ഈ ജോലിക്കിടയിൽ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒരേ ഒരു തവണ, ഇന്ന് മാത്രം. ഒന്നല്ല, 2 അബദ്ധം. ഒന്നാമത് ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തത് നിന്നെ വിളിച്ചുണർത്താൻ തീരെ പാടില്ലായിരുന്നു. ഹഹാ, നല്ല തമാശക്കാരനാണല്ലോ കള്ളൻ. വേറെ ഏതെങ്കിലും ഒരു തമാശ പറയൂ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഞാൻ പോട്ടെ. പിന്നീട് പറയാന്നോ? അപ്പൊ താൻ ഇവിടെ കയറുന്നത് സ്ഥിരാക്കാനുള്ള പരിപാടിയാ? ആരാ അവിടെ സംസാരിക്കുന്നത്? അയ്യോ അച്ഛൻ, തന്റെ കാര്യം പോക്ക. ദൈവമേ, അതുവഴിയാ അച്ഛൻ വരിക. അത് കുളിമുറിയാ. ഇനി ഒന്നും നോക്കണ്ട, ആ ജാലകത്തിലൂടെ ചാടിക്കോ. അയ്യോ, ഇത് 13-ാമത്തെ നിലയല്ലേടാ? അന്ധവിശ്വാസത്തിനൊന്നും ഇപ്പൊ സ്ഥാനമില്ല. രക്ഷപ്പെടണ. മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. ഇത്രയും കാലം നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ. ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1-ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1-ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1-ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചുകൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായി എന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. 2 പേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്. എന്താ ടിൻഡു ഇത്ര വലിയ ആലോചന? അല്ല മുത്തച്ഛ,
ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്തങ്ങടെ ഇരുന്ന് പോയതാ. ഇന്ത്യക്കിപ്പോ എന്തു പറ്റി? ഗാന്ധിജി പോയി, നെഹ്റുജി പോയി, സുഭാഷ് ചന്ദ്രബോസും പോയി. എനിക്കാണെങ്കിൽ സുഖമില്ല. ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടാ ടിൻഡു, നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു എന്നാ തോന്നുന്നേ. മാഷിതേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയും പോയി ഒളിച്ചോ. അയ്യോ ചതിച്ചു. മുത്തച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഒരാഴ്ച ലീവ് എടുത്തത്. ഓ മുത്തച്ഛൻ എവിടെങ്കിലും ഒന്ന് പോയി ഒളിക്ക്. ടിൻഡുമോനില്ലേ? ഇല്ല, അവന് നല്ല സുഖമില്ല. ആശുപത്രി വരെ ഒന്ന് പോയതാ. നിങ്ങൾ ടിൻഡുമോന്റെ? ഞാൻ അവന്റെ ഗ്രാൻഡ് ഫാദറാ. കഴിഞ്ഞ ആഴ്ചയല്ലേ അവൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു എന്ന് പറഞ്ഞ് ലീവ് എടുത്തത്? അയ്യോ മാഷേ, ആ മരിച്ച ഗ്രാൻഡ് ഫാദർ ഞാനല്ല. മരിച്ചത് അവന്റെ അമ്മയുടെ അച്ഛനാ. ഞാൻ അവന്റെ അച്ഛൻ്റെ അച്ഛനാ. എന്നാ ശരി, അവൻ വന്നാ പറഞ്ഞേക്ക് അവന്റെ മരിക്കാത്ത ട്യൂഷൻ മാഷ് വന്നിട്ടുണ്ടെന്ന്. എന്തായി മുത്തച്ഛ? എന്തായി പോയോ? മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ ട്യൂഷൻ മാഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത്. എന്നിട്ടെന്താ? സ്കൂളിൽ എല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷിന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ. അല്ല, മാഷ് ശരിക്കും മരിച്ചിരുന്നോ? സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു. അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞ് കണ്ണീരിന്റെ പൂരമാക്കി. അതൊക്കെ പോട്ടെ, മുത്തച്ഛൻ എന്തു പറഞ്ഞാ അവരെ തിരിച്ചയച്ചത്? ഈ മുത്തച്ഛനാരാ മോൻ? മുത്തച്ഛൻ പറഞ്ഞു മരിച്ച് നിന്റെ അമ്മയുടെ അച്ഛനാണ്, ഞാൻ നിന്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്നോടാ കളി. അയ്യോ ചതിച്ചു. ഇനി ഞാൻ നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും? സിനിമയോ? ഞാൻ അച്ഛന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത്. എല്ലാം കളഞ്ഞില്ലേ? എനിക്ക് മടുത്തു. ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം. ഞാൻ ആരാ? നീ ഒരു മനുഷ്യൻ അല്ല, ഞാൻ ചേട്ടന്റെ അനിയത്തിയാ. ശരി, സമ്മതിച്ചു. മനുഷ്യനല്ല, അനിയത്തി. എങ്കിലെന്നെ സൈക്കിളിനെ കയറ്റി മുറ്റത്തൂടെ ഓടിക്കുവോ? മനുഷ്യനിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം. ചേട്ടാ, ദാ ആ കാണുന്ന പശുവിനെന്താ കൊമ്പില്ലാത്ത? ആ പടത്തിൽ കാണുന്ന പശുവിന്റെ കാര്യമാണോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല, ചിലതിന് വളരെ ചെറുതായിരിക്കും. എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആ പശുവിന് കൊമ്പില്ലാത്തത് എന്താ? അത് പറ. ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ. പശുവിനെയും കുതിരേനെയും തിരിച്ചറിയാത്ത കഴുത. ടിൻഡുമോനാ കഴുത. എടി, എന്താടി നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടി വിളിക്കടി. ടിൻഡുമോൻ കഴുത, ടിൻഡുമോൻ കഴുത. അങ്ങനെയാണല്ലേ? എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല. ഇനി ഞാൻ ചേട്ടനെ കഴുതാന്ന് വിളിക്കൂല. പ്ലീസ്, നല്ല ടിൻഡുമോനല്ലേ? എന്നെ കൂടെ കടയിൽ കൊണ്ടുപോണേ. വേണമെങ്കിൽ എന്നെ കഴുതാന്ന് വിളിച്ചോ. അറിയാം, അമ്മയോട് ചീത്ത കേക്കും. ഏയ് അതല്ല, അച്ഛനോട് തല്ല് കിട്ടും. പിന്നെ തല്ലാനിങ് വരട്ടെ. അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം. പിന്നെ എന്താ എന്നെ കഴുതാന്ന് വിളിച്ച പ്രശ്നം? നിന്നെ കഴുതാന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അതുകൊണ്ടാ. അമ്മ, ഈ ചേട്ടൻ എന്നെ കണിയാക്കുന്നു. ഇവളിന്ന് എനിക്ക് തല്ല് വാങ്ങിത്തരും. ചിഞ്ചുമോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ. എടി, പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ, കഴുതകൾക്കില്ല. എന്നെ വിശ്വസിക്കൂ. ദേ, ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകാം. ഞാൻ കരഞ്ഞത് എന്തിനാന്നറിയാമോ? എന്തിനാ? കഴുതകള് കേസ് കൊടുത്താ ചേട്ടൻ ജയിലിൽ പോന്നത് ഓർത്തിട്ടാ. അധികം പതപ്പിക്കല്ലേ എന്റെ കുഞ്ഞു പെങ്ങളെ. ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർവത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടർ, ഒരു സർവത്ത്. ടിൻഡുമോൻ എന്താ
ഐസ് വാട്ടർ വേണ്ടാത്ത? ഓ നമുക്ക് സർവത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ. ശരിയായ പറ്റിക്കൽ കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താടാ അങ്ങനെയൊരു പറ്റിക്കൽ? ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കയ്യിൽ കാശില്ല, പറ്റിച്ചേ പറ്റിച്ചേ. ഹൗ, അങ്ങനെ ഒരാളെ പറ്റിച്ചു. ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിയാ? ഓക്കെ, തുടങ്ങാം. നീ എന്തു പറഞ്ഞടി മൂദേവി? അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ചുരുട്ടി കൂട്ടിക്കളെ ഞാൻ. അടങ്ങിയിരുന്നോളണം. പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നടക്കാന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഒരു ഉപകാരമില്ലാത്ത സാധനം. നീയാ ഉപകാരമില്ലാത്ത സാധനം. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ വഴക്കുണ്ടാക്കാതെ കളിക്കടാ. അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല, ഞങ്ങളെ അച്ഛനും അമ്മയും കളിച്ചതാ. സാർ, കഴിക്കാൻ എന്താ വേണ്ടത്? മട്ടൻ കട്ട്ലറ്റ് എടുത്തോളൂ. ഏയ്, പൂച്ചയൊന്നും ചെയ്യണ്ട. മട്ടനാണ് വേണ്ടത്, മട്ടൻ കട്ട്ലറ്റ്. അമ്മേ, അതെന്തിനാ അയാൾ ഓടിയത്? പാവം, അയാള് വിചാരിച്ചു പൂച്ച ഇറച്ചി കൊണ്ടാ ഇവിടെ മട്ടൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അല്ല രാഘവ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് കേട്ടല്ലോ. നീ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അലമാറ തുറക്കുന്നത് കണ്ടപ്പോ ഭാര്യയല്ലേ ആദ്യം ഉണർന്നത്. എന്നിട്ട് എന്തുണ്ടായി? അവൾ ഒച്ച വെച്ചു. കള്ളനും അവളും തമ്മിൽ പിടിയും വലിയായി. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? എടോ, എഴുന്നേറ്റ് ചെന്ന് 4 എണ്ണം പൊട്ടിച്ചൂടായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. കള്ളൻ ഒറ്റയ്ക്ക് തന്നെ ചേച്ചിയെ അടിച്ചു നിർത്തി. അല്ലേ ചേട്ടാ? അല്ല, ചേട്ടന്റെ മോനിപ്പം എവിടെയാ? കുറച്ചായാലോ കണ്ടിട്ട്. അവനിപ്പൊ വലിയ ഉദ്യോഗക്കാരനാ. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ. അവന് ഭയങ്കര ബുദ്ധിയാ. അതെങ്ങനെയാ? എന്റെ ബുദ്ധിയല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാവും ചേട്ടന് തീരെ ബുദ്ധിയില്ലാത്തത്. അല്ല, ഗോപാലൻ ചേട്ടൻ ഇന്നലെ പൂസിലായിരുന്നല്ലോ. ആരായിരുന്നു കമ്പനി? ഇന്നലെ ഞാൻ വളരെ മോശം കൂട്ടുകെട്ടിലായിപ്പോയടാ ടിന്റുമോനെ. അതാ പൂസായി പോയത്. എന്റെ ഭാര്യ മെലിയാനുള്ള മരുന്ന് കുടിച്ചു. എന്നിട്ട് എന്തായി? മെലിഞ്ഞോ? പിന്നെ ദിനം പ്രതിയല്ലേ മെലിഞ്ഞു വന്നത്. മെലിഞ്ഞു മെലിഞ്ഞു മെലിഞ്ഞ് കഴിഞ്ഞ ആഴ്ച അവളെ കാണാണ്ടായി. അല്ല, ആരിത്? സാഹിത്യം സോമേട്ടനോ? വരൂ, ഇരിക്കൂ. എടാ മോനെ, ഞാനൊരു ഭയങ്കരമായ രചനയിലായിരുന്നു. അതായത് എന്റെ ആത്മകഥ. ആത്മഹത്യയോ? ആത്മഹത്യയല്ലടാ, ആത്മകഥ. അതിനൊക്കെ ഇനിയും സമയമില്ലേ ചേട്ടാ? എടാ, ആളുകൾ ആത്മകഥ എഴുതുന്നത് പ്രായമാവുമ്പോഴാ. അതെന്തിനാന്നറിയാമോ? ഓ, അതൊക്കെ എനിക്കറിയാം. ആരെ പറ്റിയും എന്ത് പുണ്ണാക്കും എഴുതാം. ചാവാറായ പ്രായമായതുകൊണ്ട് ആരും തല്ലാൻ വരും. എന്നാലേ ഞാനൊരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കുകയാണ്. അതായത് എൻ്റെ ആത്മകഥ എൻ്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഞെട്ടിക്കുന്ന സംഗതികളാവും അതിലുണ്ടാവുക. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് മരണശേഷം മതി എന്ന് വെച്ചത്. ഹോ, എനിക്കത് വായിക്കാൻ ധൃതിയായി. ഹായ്, നല്ല രസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ. രണ്ടാൾക്കും കയ്യാമ്മ വെച്ചിരിക്കുന്നല്ലോ. രണ്ടുപേരും ചേർന്ന് ആ കുറ്റം ചെയ്തത്. ഓടിപ്പോവാതിരിക്കാനാ ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഈ കള്ളനെ പേടിച്ച് ഈ പോലീസ് ഓടിപ്പോവാതിരിക്കാൻ SI സാറ് ചെയ്തതാവും. ഒന്ന് പോടാ. ഇവൻ ആരാണെന്ന് അറിയാമോ? ഉടുമ്പ് വാസു. ഒരു പഴുത് കിട്ടിയാൽ മതി, ഊർന്നു പോയി കളയും. അങ്ങനെ പോവാതിരിക്കാനാ എൻ്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ എനിക്കൊരു വിഷമം. ഇതങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് സാറേ. ഞാൻ എങ്ങും ഓടിപ്പോവില്ല. ദേ, അടങ്ങി നിന്നോണം. ഇടിച്ചു നിര കൂമ്പ് ഞാൻ വാട്ടും. ഓ, അത് പണ്ടേ വാടിയതാ. ഇപ്പൊ കരിഞ്ഞു കാണും. വെറുതെ അല്ല ഒരു കരിഞ്ഞ മണ. സാറേ, ഏതാ ഈ പയ്യൻ? ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിട് സാറേ. വേണ്ട, ഇവനെ പോലുള്ള പുതിയ തലമുറ നിന്നെ പോലുള്ള പെരുങ്കള്ളന്മാരെ കണ്ട് പഠിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തെറ്റിദ്ധരിക്കല്ലേ? ഈ കള്ളന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടാലെങ്കിലും നിന്നെ പോലുള്ളവന്മാര് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 5 പിടിച്ചു പറയും. ഒരു ജ്വല്ലറി മോഷണം, 2 വീട് കൊള്ളാം, 3 ഷോപ്പ് കവർച്ച. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ. ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്.
ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ചേട്ടനൊരു മഹാ മഹാസംഭവം തന്നെ. എങ്ങനെ കിട്ടി ഇത്രയും ബുദ്ധി? പറയാം. ഞാൻ എന്നും കാലത്ത് 4:30 മണിക്ക് ഉണരും. 5:30 വരെ വ്യായാമം, 1/2 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6:30ക്ക് പത്രം വായന, 7:30 മണിക്ക് പ്രാതൽ കഴിച്ച് വേഷം മാറി കൃത്യം 8:30 മണിക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. അത്യാവശ്യം വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിച്ച് 1/2 മണിക്കൂർ TV കാണും. കൃത്യം 8:30 മണിക്ക് കിടക്കും. ചിട്ടയായ ജീവിതം. കഴിഞ്ഞ 10 വർഷമായി ഇതാണ് എൻ്റെ ജീവിതം. 10 വർഷം. കഷ്ടം, ഇയാൾക്ക് 5 വർഷമായി. 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? ടിൻഡു, നീ കുറെ നേരമായല്ലോ കുത്തി വരയ്ക്കുന്നു. എന്താടാ അതിന് മാത്രം ചെയ്യാനുള്ളത്? ഷോ, ഈ അച്ഛന്റെ ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. അച്ഛാ പ്ലീസ്. എന്നാലും നീ എന്താടാ ഈ ചെയ്യുന്നത്? അച്ഛനൊന്ന് അപ്പുറത്തെങ്ങാനും പോയിരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. ചെക്കൻ വല്ലപ്പോഴും ഒന്നും പഠിക്കാനിരിക്കുന്നത്. ആ സമയം നോക്കി ശല്യപ്പെടുത്താൻ ഇറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. നീ എന്തിനാടി ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ എന്റെ മകനോടല്ലേ സംസാരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കില് ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാ സംസാരിക്കുന്നത്. അല്ല പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിങ്ങൾ എന്തിനാ മനുഷ്യ ആ ചെറുക്കൻ പഠിക്കുമ്പോ ശല്യം ചെയ്യുന്നത്? എടാ ടിൻഡു, എന്തിനാടാ നിരപരാധിയായ എന്നെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കുന്നത്? സോറി അച്ഛാ, അമ്മ ഇങ്ങനെ കത്തി കയറുമെന്ന് കരുതിയില്ല. ദേ, നിങ്ങളോടല്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. എടാ ടിൻഡു, നീ ശരിക്കും എന്താടാ പഠിക്കുന്നത്? പഠിക്കല്ല അച്ഛാ, ഞാനൊരു കവിത എഴുതുകയാ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്, നിറഞ്ഞ പാത്രത്തിൽ ഞണ്ടു വീണാൽ ജല ജല ജലജ. അരെ വാ, ഒരൽപ്പം കലയൊക്കെ വേണ്ടേ അച്ഛാ? നിന്റെ അച്ഛൻ നീ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര കലാകാരനല്ലേ? കേട്ടോടാ അമ്മ പറഞ്ഞത്. എന്റെ അച്ഛനും ഭയങ്കര കലാകാരനായിരുന്നു. അത് പുള്ളിയെ കണ്ടാൽ അറിയാം. അതെങ്ങനെയാടാ കലാകാരനെ കണ്ട എങ്ങനെയാടാ തിരിച്ചറിയുന്നത്? മുത്തച്ഛനെ കണ്ടാ തന്നെ അറിയില്ലേ, മുഖത്ത് തെളിഞ്ഞു കിടക്കുകയല്ലേ കലകൾ, വസൂരി കലകൾ. എന്തൊരു സുഖം ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ. അധികം സൂഹിക്കേണ്ട, ഇപ്പൊ ഇതുവഴി കോർപ്പറേഷന്റെ വണ്ടി പോവും. അപ്പൊ അത്ര സുഖം കാണില്ല. കോർപ്പറേഷനെ കുറ്റം പറയാൻ വരട്ടെ, എന്റെ മൂക്കടപ്പ് മാറ്റിയത് കോർപ്പറേഷനാ. അതെങ്ങനെ? ഒരാഴ്ചയായി മൂക്കടപ്പ് കാരണം പൊറുതി മുട്ടുകയായിരുന്നു. ഇന്നലെ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഭാഗ്യത്തിനൊരു കോർപ്പറേഷൻ വണ്ടി മുമ്പിൽ കൂടെ പോയി. അതിന്റെ മണമടിച്ചപ്പോൾ മൂക്കിന്റെ അടപ്പ് ഇട്ടപ്പേ എന്ന് പറഞ്ഞു തുറന്നു. ഇന്നലെ നിന്റെയും അടപ്പ് തെറിച്ചെന്ന് കേട്ടല്ലോ. എന്റെ അടപ്പോ? അതെപ്പോ? ഞങ്ങൾ അറിഞ്ഞു. റപ്പായി ചേട്ടനാ പറഞ്ഞത് നിന്റെ വണ്ടി പോലീസ് പിടിച്ചെന്ന്. അതിലെന്താ ഇത്ര പുതുമ? എന്നിട്ട് എന്തായി? ഫൈൻ അടച്ചോ? കണക്കായിപ്പോയി. ഫൈനോ? ഞാനോ? എന്നിട്ട് എങ്ങനെ ഊരി പോന്നു? SI ഒരൊറ്റ ചോദ്യ, ലൈസൻസും RCയും എവിടെടാന്ന്. നിനക്ക് എവിടുന്നാ ലൈസൻസ്? 10 വയസ്സുള്ള നിനക്ക് എവിടുന്നടാ ലൈസൻസ് എന്ന് ചോദിച്ചിട്ട് SI ഒരു അലർച്ചയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 18 വയസ്സായെന്ന്, വളർച്ച കുറവുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാന്ന് പറഞ്ഞു. അയാളത് വിശ്വസിച്ചോ? വിശ്വസിക്കാതെ പിന്നെ അതായിരുന്നില്ലേ എന്റെ ഭാവാഭിനയം. അങ്ങനെ പറഞ്ഞത് നന്നായി. 18 വയസ്സില്ലെന്ന് അറിഞ്ഞാൽ വേറെയും ഫൈൻ കിട്ടും. RCയും ഇൻഷുറൻസും ഒക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലെന്നേ, അതച്ഛന്റെ ബാഗിൽ കിടപ്പുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ ഊരിപ്പോന്നു? അതാടാ ടിൻഡുമോൻ, ഞാനേ അട്ടയുടെ കണ്ണ് കണ്ടവനാ. എപ്പോ കൊണ്ടു? ഇനി കാണാൻ പോകുമ്പോ എന്നെയും കൂടി വിളിക്കണേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പഴഞ്ചൊല്ലും പറയാൻ സമ്മതിക്കില്ല. രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് പറയടാ. ഞാൻ നോക്കിയപ്പോൾ മൂപ്പരുടെ നെറ്റിയിൽ ചന്ദനക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷവും ഒക്കെ. ആളൊരു ഭക്തി ലൈനാണെന്ന് മനസ്സിലായി. പുള്ളി ബുക്കും പേപ്പറും ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? പറഞ്ഞു തുലക്കടാ. ഞാൻ പറഞ്ഞു, മഹാനവമി അല്ലേ, ബുക്കും പേപ്പറും അമ്പലത്തിൽ പൂജയ്ക്ക് വെക്കാൻ കൊടുത്തു എന്ന്. SI ഫ്ലാറ്റ്. ഹലോ
ടിൻഡുമോൻ സ്പീക്കിംഗ്. ആരാ? ആക്സിഡന്റ് ആണോ? റപ്പായ് ചേട്ടനോ? അയ്യോ, ഭാര്യയ്ക്കും പരിക്കുണ്ടോ? ഓക്കെ, ശരി, ഞാൻ എത്തിയേക്കാം. എന്തു പറ്റി റപ്പായ് ചേട്ടാ? എന്റെ ടിൻഡു, ഞാൻ അവളോട് ആവുന്നത് പറഞ്ഞതാ. മര്യാദയ്ക്ക് പഠിക്കണതിന് മുന്നേ സ്കൂട്ടർ ഓടിക്കണ്ടെന്ന്. അവള് കേട്ടില്ല. അല്ല, പണ്ടേ റപ്പായ് ചേട്ടൻ അനുസരിക്കാത്ത സ്ത്രീയാണല്ലോ ചേട്ടന്റെ ഭാര്യ. എന്നിട്ട് അവൾക്ക് ഒരേ നിർബന്ധം, സ്വന്തം സ്കൂട്ടർ ഓടിച്ച് പള്ളിയിലോട്ട് പോകണമെന്ന്. റപ്പായ് ചേട്ടന് മുങ്ങാമായിരുന്നില്ലേ? ഓ, നല്ല കഥയായി. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാ അവളെന്നെ തലമണ്ട തല്ലി പൊളിക്കും. അങ്ങനെ പറയാതിരുന്നിട്ടും തലമണ്ട പൊളിഞ്ഞ് കിട്ടിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ അവര് വണ്ടി ഓടിച്ചും റപ്പായ് ചേട്ടൻ പിറകിലും ഇരുന്നു. അതെ, സ്കൂട്ടർ ലോറിയുമായി ഇടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ടടാ. പിന്നീട് ഒരു പുകയായിരുന്നു. ചേട്ടന്റെ ജീവിതം കട്ടപ്പുകയായതിന്റെ പുകയാ കണ്ടത്. ശവത്തി കുത്താതള ടിൻഡു, അവൾക്ക് സീരിയസാ. ഡോക്ടർ എന്തു പറഞ്ഞു? വാ, നമുക്ക് ഡോക്ടറെ കാണാം. സർ, ഇത് റപ്പായി. കല്യാണം കഴിച്ചതാണോ? ഇത് വണ്ടി ഇടിച്ചതിന്റെയാ. എടോ, ഇയാൾ കല്യാണം കഴിച്ചതാണോന്ന്? അതെ സാറേ, പുള്ളിയുടെ ഭാര്യ. ആക്സിഡന്റ് പറ്റിയിട്ട് ഇവിടെ തിയേറ്ററിൽ. ഓ, ഇപ്പൊ മനസ്സിലായി. ഭാര്യയ്ക്ക് കുറച്ച് സീരിയസ് ആണ്. താങ്കൾ വിഷമിക്കരുത്. പുള്ളിക്കാരൻ അങ്ങനെ വിഷമം ഉണ്ടാവാനൊന്നും വഴിയില്ല. പുള്ളിക്കാരി അത്രയും നല്ല ഒരാളാണല്ലോ. മിണ്ടാതിരിയടാ. ഓഹോ, അത്രയും നല്ല സ്ത്രീയാണല്ലേ? പിന്നെ നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ പുള്ളിക്കാരെ സ്വർഗത്തിൽ ചെന്നോന്നിരിക്കട്ടെ, അരമണിക്കൂർ കൊണ്ട് അവിടെ നരകമാക്കി കൈ തരും. അത്രയും നല്ല സ്വഭാവമാ. എന്തായാലും ചേട്ടൻ വിഷമിക്കരുത്. ഇനി വെറും 2 മണിക്കൂർ മാത്രമേ അവർ. നോ പ്രോബ്ലം. ഇത്രയും കാലം കാത്തിരുന്നില്ലേ, ഇനി വെറും 2 മണിക്കൂറല്ലേ. അത് റപ്പാച്ചേട്ടന് പുല്ലാ, പുല്ല്. എന്തൊക്കെയുണ്ട് ടിൻഡു വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല ടിൻഡു, അങ്ങനെ പോകുന്നു. നീ ഇന്ന് ലീവായിരുന്നു അല്ലേ? ഇന്ന് ഗൾഫിലുള്ള ചേച്ചി വന്നായിരുന്നു. നിന്റെ വീട്ടിലൊരു പുതിയ കാറ് കണ്ടല്ലോ, അതേതാ? അത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ചേച്ചി അച്ഛന് കൊടുത്ത ഗിഫ്റ്റാ. അത് ഇമ്പോർട്ടഡ് കാറാണ് മോനെ. കാറ് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? നിന്റെ ചേച്ചി ആള് പൊലിയാണല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലെ ഡോക്ടറാ. നിന്റെ അച്ഛന്റെ ഒരു ടൈം. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് നീ എന്താ വാങ്ങിത്തരാ? റോഡ് സൈഡിൽ കിടക്കുന്ന ചുവന്ന കാറില്ലേ, ആ ടൈപ്പ് കാറാണോ എനിക്ക് തരാൻ പോകുന്നേ? അതെ അതെ, അതേ കളറുള്ള ഒരു ഹെയർ പിൻ ആണ് നിനക്കുള്ള ഗിഫ്റ്റ്. ബോയ്, ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങിയാളിയോ. എത്രയായടാ? 1 ലക്ഷമെങ്കിലും ഉണ്ടാവും. ടച്ച് സ്ക്രീൻ ആണോ? അല്ലാതെ പിന്നെ. ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ടിൻഡു. ഇതിൽ നെറ്റ് കിട്ടില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ. ശരിയാ, എല്ലാം കാണും. 1 ലക്ഷത്തിന്റെ മുതലല്ലേ. നിനക്ക് വേണ്ടേ ഒരു മൊബൈൽ? എനിക്കെന്തോ താല്പര്യമില്ല, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് പോലെ. ഓ പിന്നെ, താത്ത മുന്തിരി പൊളിക്കും. നീ അധികം കിടന്ന് ഞകളിക്കേണ്ട. മൊബൈൽ സ്ഥിരമായി വിളിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. ഞാനും കേട്ടു, സ്ഥിരമായ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കുമെന്ന്. എന്താ ടിൻഡു നിന്റെ അഭിപ്രായം? അതിന് മൊബൈൽ ഇല്ലാത്ത ഞാനും തലച്ചോറില്ലാത്ത നീയും എന്തിനാടാ പേടിക്കുന്നേ? അമ്മേ, ഇന്നെന്താ ഉണ്ടാക്കുന്നത്? ഒന്ന് പറ അമ്മേ. തുടങ്ങി. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇഡ്ഡലിയാണോ ദോശയാണോ? ദൊഡ്ഡലി മതിയോ? അത് മതിയോ? അതെന്താ, സങ്കരമാണോ? അവന്റെ ഒരു സങ്കരം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഒന്ന് പറയമ്മേ, എന്താ ഉണ്ടാക്കുന്നത്? ഓ, ഉപ്പുമാവാടോ, ഉപ്പുമാവ്. ഓ, നമ്മുടെ സോൾട്ട് മാംഗോ ട്രീ. എന്താ, അത് മോന് ഇഷ്ടല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടല്ലേ എന്റെ അമ്മേ. ആർക്ക് വേണം അമ്മയുടെ ഒരു ഉപ്പുമാവ്? എല്ലാ ദിവസവും ഉച്ചക്ക് കിട്ടുന്ന സാധനമാ. പിന്നെ എന്റെ പൊന്നുമോൻ എന്താ വേണ്ടത്? ഇറച്ചിയും പൊറാട്ടയും. ബെസ്റ്റ്. കൂടെ ഒരു ഷവർമ ആയാലോ? അതെന്താ, എന്നെ ആക്കിയതാണോ? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ ഉണ്ടാക്കി വെച്ചത് മര്യാദയ്ക്ക് കഴിച്ചങ്ങ് പോയിക്കോ. അതിനൊന്നും എന്നെ കിട്ടില്ല. അമ്മേ, ഒരു 5 രൂപ നോക്കട്ടെ. ദേ, ഒരാള് മുറ്റത്ത് നിന്ന് കരയുന്നു.
എന്റെ മോനിന്ന് എന്ത് പറ്റി? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, പാവങ്ങളോട് ഇത്ര അനുകമ്പ എപ്പോ തുടങ്ങി? ആ അതൊക്കെ തുടങ്ങി. പൈസ എടുക്ക്. ആ അൽമാരയുടെ സൈഡില് ചെറിയൊരു പാത്രമില്ലേ, അതിൽ നിന്ന് എടുത്തോ. ശരി അമ്മ, താങ്ക്സ്. അല്ല ചോദിക്കട്ടെ, അയാൾ എന്തു പറഞ്ഞാ കരയുന്നേ? കടലേ, നിലക്കടലേ എന്നും പറഞ്ഞ അയാള് കരയുന്നത്. അങ്ങനെ ആ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചു നേരം ജനറൽ നോളജ് പഠിക്കാം. ടിൻഡു, ഒരു ടോപ്പിക് പറയൂ. സിനിമ. നീ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്തായാലും കൊള്ളാം. സിനിമ ആരാ കണ്ടുപിടിച്ചത്? അപ്പൊ തിന്നാ പോരെ, കുഴി എണ്ണണോ? ചില അവസരങ്ങളിൽ അങ്ങനെ പറയേണ്ടി വരും. പറ, ആരാ സിനിമ കണ്ടുപിടിച്ചത്? ആർക്കറിയാം? ലൂമിയ സഹോദരന്മാർ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ആരുടേതാണ്? സിനിമ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമയുടെ ചരിത്രം പറയാനല്ല. പിന്നെ സിനിമാ കഥ പറയാന്ന് വിചാരിച്ചോ? അതല്ല, ഏതൊക്കെയാണ് ഇഷ്ട സിനിമകൾ, ഇഷ്ട സംവിധായകർ, ഇതൊക്കെ ചോദിക്കണമെന്ന് കരുതിയാ. നിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമാ സംവിധായകൻ ആരാ? ആന്റണി കുറസോവയും വ്ളാഡിമിർ പൊളോസ്കിയും. വെരി ഗുഡ്. നീ വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ. നീ ഇത്തരം സിനിമകളൊക്കെ കാണാറുണ്ടോ? നീ ആള് മോശമല്ലല്ലോ. ഇതൊക്കെ എപ്പോ കണ്ടു? അല്ല, ആരാ അവന്മാരൊക്കെ? ചോറിസോവയും കൊഡോസ്കിയോ? അതൊക്കെ ആരാ? ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ എനിക്കതല്ലേ പണി. ഞാൻ ഇതൊക്കെ ഒരു മാഗസിനിൽ വായിച്ചതാ. പേര് ഞാനങ്ങ് എഴുതിയെടുത്തു, അതങ്ങ് മനപ്പാടമാക്കി. എങ്ങനെയുണ്ട്? അമ്പട ഭയങ്കര. മറ്റുള്ളവരും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. ടിൻഡു പോയി അക്കീറോ കുറസോവയുടെ പേര് ബോർഡിൽ എഴുതിയേ. അത് ഞാൻ നേരത്തെ പറഞ്ഞവന്മാരില്ലേ, അവര് കൊള്ളാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം വേറൊരാളെയാ. അയാളുടെ പേര് ഞാൻ ബോർഡിൽ എഴുതാം. ശശി, IV ശശി. ടിൻഡുവിനെ കണ്ടോ? ആ കള്ള ഹിമാറിനെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കാത്തിക്കാണ്. ലൈം ജ്യൂസും പപ്സും കഴിച്ച വകയില് 250 ഉറുപ്പ്യ ഓനെനിക്ക് തരാണ്ടെന്ന്. ശരി ട്ടോ, പിന്നെ കാണാം. ഇവനിവിടെ ഉണ്ടായിരുന്നോ? ടിൻഡു, എടാ, നമ്മുടെ ജിമ്മിയുടെ അച്ഛൻ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ജിമ്മിയുടെ അച്ഛനല്ലേ, അല്ലാതെ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. അതും ആഫ്രിക്കയിൽ നിന്നല്ലേ, അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഇവന്റെ ഒരു കാര്യം, എടാ, സംഗതി അതല്ല. സംഗതി എന്തായിട്ട് എന്താടാ? ആഫ്രിക്കൻ കൺട്രീസിൽ കംപ്ലീറ്റ് പട്ടിണിയാടാ. എന്റെ പൊന്നു ടിൻഡു, നീ തോക്ക് കയറി വെടിവെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. ഓക്കെ, ഇനി കാര്യം പറയാം. എടാ, ജിമ്മിയുടെ പപ്പ ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോ ഒരു നീഗ്രോയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നീഗ്രോയോ? അത് കൊള്ളാലോ. അവിടെ ഇപ്പോ നീഗ്രോകൾക്കൊക്കെ വിലക്കുറവായിരിക്കുമല്ലേടാ? തമാശയല്ല, കാര്യമാ. ആ ജിമ്മി എന്താ പറഞ്ഞെന്നറിയാമോ? ആ നീഗ്രോ വലിയ സിനിമാ നടനാണത്രേ. അവൻ ടൈറ്റാനിക്കിലെ നായകനാണ് എന്നൊക്കെയാ. അമ്പടാ പുളു. ശരി, ഒന്ന് കണ്ടു കളയാം. കണ്ടോ അവന്റെ അഹങ്കാരം? കണ്ടോ? ആ ജിമ്മി ഇപ്പൊ നാട്ടിലെ സ്റ്റാറായി മോനെ. ശരിക്കും ഹീറോ. അവനെ സീറോ ആക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാമടാ. ഹായ് ജിമ്മി. ആരടാ ഇത്? ഇതാണ് മിസ്റ്റർ ജോർജ് ഡിസൂസ കോലാച്ചി. നായകൻ. ടൈറ്റാനിക് സിനിമയില്ലേ, ആ സിനിമയിലെ നായകൻ. ഓ, അങ്ങനെയാണോ? എടാ ജിമ്മി, ഒരു സംശയം. അല്ല, ഈ ടൈറ്റാനിക്കേ മുങ്ങിയതാണോ അതോ കത്തിയതാണോ? പുള്ളിയെ കണ്ടപ്പോ ഒരു സംശയം. ടിൻഡു, നീ ഇന്നലെ എത്ര മണി വരെ ഇരുന്ന് പഠിച്ചു? അത് പിന്നെ ഇന്നലെ രാത്രി കറണ്ട് പോയി. അപ്പൊ ഞാൻ വേഗം പോയി കിടന്നു. എടാ, കറണ്ട് പോയാ നിനക്ക് മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിച്ചുകൂടായിരുന്നോ? അത് മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചാ എനിക്ക് കണ്ണുവേദനയാവും. എടാ, നീ എബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങേര് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചാ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. സാർ എന്നെ അമേരിക്കന്റെ പ്രസിഡന്റ് ആക്കാ എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാനും അതുപോലെ മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് പഠിച്ചോളാം.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാ ടീച്ചർ. എങ്കിൽ ടിൻഡു പറയൂ, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നല്ലേ ഞങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ പരോളിൽ ഇറങ്ങുന്നത്. ഇന്ന് സ്കൂള് പൂട്ടുന്ന ദിവസല്ലേ. അപ്പൊ ഇത്രയും കാലം ഈ വിദ്യാലയം ഒരു ജയിലായാണോ നിനക്ക് തോന്നിയത്? പിന്നല്ലാതെ, ടീച്ചർ അല്ലായിരുന്നോ വാർഡൻ? എടാ നീ മേടിക്കൂ. ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽ അവധിക്ക് 2 മാസത്തെ ലീവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കളിയൊക്കെ ആവാം, പക്ഷേ പഠനത്തിൽ നിന്നും പൂർണ്ണമായി ശ്രദ്ധ വിട്ടുകളയരുത്. ഇല്ല ടീച്ചർ, ഞങ്ങൾ ദിവസവും ഇവിടെ വന്ന് 2 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്തി തിരിച്ചു പോയിക്കോളാം. എടാ ടിൻഡു, നീ ഇന്നലെ പട്ടിയെ ടിൻഡു, നീ ഇന്നലെ എത്ര മണി വരെ ഇരുന്ന് പഠിച്ചു? അത് പിന്നെ ഇന്നലെ രാത്രി കറണ്ട് പോയി. അപ്പൊ ഞാൻ വേഗം പോയി കിടന്നു. എടാ, കറണ്ട് പോയാ നിനക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിച്ചൂടായിരുന്നോ? അത് മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചാ എനിക്ക് കണ്ണുവേദനയാവും. എടാ, നീ എബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങേര് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചാ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. സാർ എന്നെ അമേരിക്കന്റെ പ്രസിഡന്റ് ആക്കാ എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാനും അതുപോലെ മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് പഠിച്ചോളാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാ ടീച്ചർ. എങ്കിൽ ടിൻഡു പറയൂ, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നല്ലേ ഞങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ പരോളിൽ ഇറങ്ങുന്നത്. ഇന്ന് സ്കൂള് പൂട്ടുന്ന ദിവസല്ലേ. അപ്പൊ ഇത്രയും കാലം ഈ വിദ്യാലയം ഒരു ജയിലായാണോ നിനക്ക് തോന്നിയത്? പിന്നല്ലാതെ, ടീച്ചർ അല്ലായിരുന്നോ വാർഡൻ? എടാ നീ മേടിക്കൂ. ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽ അവധിക്ക് 2 മാസത്തെ ലീവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കളിയൊക്കെ ആവാം, പക്ഷേ പഠനത്തിൽ നിന്നും പൂർണ്ണമായി ശ്രദ്ധ വിട്ടുകളയരുത്. ഇല്ല ടീച്ചർ, ഞങ്ങൾ ദിവസവും ഇവിടെ വന്ന് 2 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്തി തിരിച്ചു പോയിക്കോളാം. ഈ രാധാമണി ടീച്ചറെ കൊണ്ട് തോറ്റു. രാധാമണി ടീച്ചറുടെ ക്ലാസ്സിൽ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും നീ തോൽക്കാറാണെന്നോ പതിവ്. ഏയ്, ഞാൻ ആ തോൽവിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ടീച്ചർ ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞതാ. ആഴ്ചയിൽ 3 ദിവസവും ലീവാ. നമ്മളെങ്ങാനും ഒരു ദിവസവും ലീവാക്കിയാൽ എന്താ ഒരു പുകില്. നീ ഇപ്പൊ എന്ത് ചെയ്യാനാ പരിപാടി? ഏതായാലും ടീച്ചർ വന്നില്ല എന്ന് കരുതി നിങ്ങളുടെ ഒന്നും പഠിപ്പ് മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കാം. അയ്യടാ, ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരാളും നീ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ക്ലാസ് എടുക്കാദ്യം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്ലാസ് എടുത്തിട്ട് തന്നെ കാര്യം. ഒരു പാട്ട് പാടൂ. പാട്ടോ? ഞാൻ പാടില്ല. ദേ നല്ല വീക്ക് വെച്ചിരു ഞാൻ പാടാൻ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈ കൈ. മതി. ആഹാ, ശരിക്കും നമ്മുടെ പ്രിൻസിപ്പൾ പാടുന്നത് പോലെയുണ്ട്. അയ്യേ, പ്രിൻസിപ്പൾ പാടും പോലെയോ? അവർക്ക് പാടാനേ അറിയില്ല. അത് തന്നെയാടി കഴുതേ ഞാനും പറഞ്ഞത്. പോയിക്കോ. സ്റ്റോപ്പ്. അടുത്തതൊരു ചോദ്യമാണ്. ദീപു, കുത്താൻ വരുന്ന പോത്തിനോട് വേദമോതരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദിച്ചാൽ കോപിച്ചിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ പിന്നെ വണ്ണാങ്കട്ട. എടാ, അതൊന്നുമല്ല കാര്യം. പിന്നെന്തോ? എന്റെ ദീപു, പോത്തിന് സംസ്കൃതം അറിയില്ലല്ലോ, അത് തന്നെ കാര്യം. അമ്മയില്ല, അച്ഛനേ ഉള്ളൂ. എന്നാ മോനെ അച്ഛനെ വിളിക്ക്. എന്താ ടിൻഡു, ആരാ എന്നെ വിളിച്ചേ? സാറേ, വല്ലതും തരണേ സാറേ. അത് ശരി, പിച്ചക്കാരനാണല്ലേ. ഇവിടെ ഒന്നുമില്ല, പോ. അങ്ങനെ ആട്ടി ഓടിക്കാതെ സാറേ. സാർ, അത് ഞാൻ ചെന്നൈയിൽ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ മഴ കാരണം എല്ലാം മുടിഞ്ഞു പോച്ചു സാർ. ഞാൻ പാപ്പരാച്ച്. കഷ്ടം, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സാറിന് ഇപ്പൊ സങ്കടം വന്നില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും താ സാറേ. സങ്കടമാണെങ്കിൽ എനിക്കും ഉണ്ടടാ കുറെ സങ്കടം. അതിനിങ്ങനെ തെണ്ടി നടക്കണോ? നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ വയസ്സിലോ സാറേ? താൻ ചെറുപ്പല്ലടോ. ചെറുപ്പോ സാറേ? അത് മുടിയെല്ലാം ഡായി പോട്ടത്. എനിക്ക് 60 വയസ്സുണ്ട് സാറേ. തന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ. അയ്യോ, അത് സാറിന് തോന്നുന്നതാ. പട്ടിണി കിടന്ന് അങ്ങനെ ആയിപ്പോയതാണ് സാറേ.
പട്ടിണി കിടന്ന കള്ളലക്ഷണം വരുമോ? അതൊരു പുതിയ അറിവാണല്ലോ. എന്നാ മോൻ 10 ദിവസം പോയി പട്ടിണി കിടക്ക്, അപ്പ കാണാം. 10 ദിവസം പട്ടിണി കിടന്നാ പിന്നെ കാണേണ്ടി വരില്ല, കുഴിച്ചെടുത്ത് നോക്കേണ്ടി വരും. എടോ ചത്ത് പണ്ടറങ്ങി പോവില്ലേ? സാറേ ഡയലോഗ് നിർത്തി, എന്തെങ്കിലും താ സാറേ. ഞാൻ പോവാ, ഇവനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും ഇവന്മാര് പോവില്ല. മോനെ എന്തെങ്കിലും താ, കഞ്ഞി കുടിക്കാൻ വല്ലതും താ. ഓക്കെ ശരി, ഇതാ പിടിച്ചോ സ്പൂൺ. കഞ്ഞി കുടിക്കാൻ വല്ലതും വേണമെന്നല്ലേ പറഞ്ഞത്? ഹായ് ദീപു, എന്തൊക്കെയാ വിശേഷം? ടിൻഡു, നീ ഉച്ചക്ക് ശേഷം വീട്ടിലുണ്ടാവുമോ? എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണമായിരുന്നു. കുറെ സംസാരിക്കാനുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നീ ഇങ്ങ് പോര്. അതെ, ചുമ്മാ കയ്യും വീശി വന്നാ പോല വല്ല ഓറഞ്ചോ പലഹാരമോ ഒക്കെ വാങ്ങി വരണം. പിന്നെ നീ എന്താ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, ഓറഞ്ച് തിന്നാൻ? ഒന്ന് പോടാ ദുഷ്ടൻ. പറഞ്ഞതുപോലെ തന്നെ കയ്യും വീശി വന്നു കളഞ്ഞു. എന്തിനാ വന്നത്? അതൊക്കെയുണ്ട് പറയാം. അല്ല, ഇന്നല്ലേ നിന്റെ പെങ്ങളെ ആ ഡോക്ടർ പെണ്ണു കാണാൻ വരുമെന്ന് പറഞ്ഞത്? ഓ, അവര് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. കൂടെ അങ്ങയുടെ അമ്മാവനും ഉണ്ടായിരുന്നു. എടാ വിടണ്ട കേട്ടോ, പൂത്ത കാശുകാരനാ. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താടാ, നിന്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് മാത്രം പോരല്ലോ, അങ്ങേർക്കൂടെ ഇഷ്ടപ്പെടണ്ടേ? പുള്ളിക്ക് നിന്റെ പെങ്ങളെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോ? പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്? അതല്ലേ ആകെ കൺഫ്യൂഷൻ ആയത്. പുള്ളി വന്ന് പെണ്ണ് കണ്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോ പറയാ ഒബ്സർവേഷനിലാണ്, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. എന്ത് പറയാനടാ, ഡോക്ടർമാരുടെ കാര്യമല്ലേ. അല്ല, നീ എന്തിനാ വന്നത്? എടാ, എന്റെ ഫ്രണ്ട് നിമ്മി ഇല്ലേ, ഇന്ന് അവളുടെ പിറന്നാളാ. വിശ്വസിക്കരുത് മോനെ, ഇവളുമാർക്ക് വർഷത്തിൽ 4ഉം 5ഉം പിറന്നാളുണ്ടാവും. പറ്റിക്കൽസ് ആണ് മോനെ. അതല്ലടാ, ഇത് കാര്യമായിട്ടാ. അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞങ്ങള് പരിചയപ്പെട്ടിട്ട് ഇത് ആദ്യത്തെ പിറന്നാളാ. ഒന്ന് ചുമ്മാ ഇരിയടാ, വെറുതെ കാശ് കളയണ്ട. ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എടാ, ഇവള് ഡീസന്റാ. എന്താ കൊടുക്ക? ആള് ഡീസന്റ് ആണല്ലേ, കാണാനെങ്ങനെ? എന്റെ മോനെ, വലുതായാലേ കത്രീന കൈഫിനെ പോലെ ഉണ്ടാകും. അത്രയ്ക്ക് സുന്ദരിയാ. ഓഹോ, അത്രയ്ക്ക് സുന്ദരിയാണല്ലേ. അപ്പൊ തീർച്ചയായും ഗിഫ്റ്റ് കൊടുക്കണം. അതെ അതെ, എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം. എന്താടാ കൊടുക്ക? നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ തന്നെ ചെന്ന് എന്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്ക്. ഹലോ, ഡോക്ടർ അല്ലേ? അതെ ഡോക്ടർ, എൻ്റെ മകന് ഭയങ്കര ദഹനക്കേട്. അവന്റെ പേരോ ടിൻഡു. ദഹനക്കേടിന് വല്ല ചികിത്സയും ഉണ്ടോ ഡോക്ടർ? ആ, ചികിത്സയൊക്കെ ഉണ്ട്. ആ, ഒരു കാര്യം ചെയ്യൂ, മകനെയും കൂട്ടി ക്ലിനിക്കിലേക്ക് വരൂ. ഓക്കെ ഡോക്ടർ. ടിൻഡു, എടാ ടിൻഡു. എന്താ അമ്മേ, പലഹാരം കഴിക്കാനാണോ വിളിച്ചേ? പലഹാരം കഴിക്കാനല്ല, നിന്റെ ദഹനക്കേടിന് പരിഹാരം ഉണ്ടാക്കാനാ വിളിച്ചത്. അത്രേ ഉള്ളൂ? അതിനെന്താ കുഴപ്പം? നമുക്ക് പലഹാരം കഴിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം. എടാ, ഇങ്ങനെ 24 മണിക്കൂർ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ദഹനക്കേട് വരുന്നത്. അതിനെന്തിനാ അമ്മ ചൂടാവുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് ആരോഗ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. എടാ മോനെ, ദഹനക്കേട് ആരോഗ്യമല്ല, സൂക്കേടാ. നീ വേഗം ആ രാജൻ ഡോക്ടറെ ക്ലിനിക്കിലേക്ക് ചെല്ല്, അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, ഞാൻ ആ ടിൻഡു മോൻ. അമ്മ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഓ യെസ്. അമ്മ പറയുന്നു എനിക്ക് ദഹനക്കേടാണെന്ന്. എനിക്ക് ചെറിയൊരു സംശയം. അതെ അതെ, ഇൻഡൈജഷൻ. ഓക്കെ ഓക്കെ. ഇയാൾ എന്തൊക്കെയായി പറയണത്? 1 മാസം കഴിഞ്ഞിട്ടാണ് ചികിത്സ. അതുവരെ ചില കളികളിൽ ഏർപ്പെടണം. ക്രിക്കറ്റ് ഫുട്ബോൾ ഇഷ്ടമാണോ? പിന്നല്ലാതെ. എങ്കിൽ 1 മാസം നന്നായിട്ട് ക്രിക്കറ്റ് ഫുട്ബോളും കളിച്ചിട്ട് വരൂ. നന്നായിട്ട് കളിച്ചാ വേറെ ചികിത്സയൊന്നും വേണ്ട. നമസ്കാരം, ഞാൻ ടിൻഡു മോൻ. നീ ഞാൻ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ഫുട്ബോളും കളിച്ചില്ലേ? പിന്നെ 24 മണിക്കൂർ എനിക്ക് അത് തന്നെയായിരുന്നു പണി. എങ്ങനെയാ കളിച്ചേ? കമ്പ്യൂട്ടറിലെ ഗെയിമേ